നല്ല അടിപൊളിയുള്ള ഗെയിമാണ്. മൾട്ടിപ്ലെയർ നല്ല കോമഡി ആയിട്ടും ഫണ്ണി ആയിട്ടും കളിക്കാൻ പറ്റുന്ന നല്ലൊരു ഗെയിമാണ് നമ്മൾ നോക്കാൻ പോണത്. അപ്പോൾ സംസാരിച്ച സമയം കളിയിൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ഗെയിമിൻ്റെ ഇൻ്റർഫേസ് ഇതുപോലെയാണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ആഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞ് നമുക്ക് എങ്ങനെ മൾട്ടിപ്ലെയർ കളിക്കുക എന്നുള്ളത് നോക്കാൻ പോണത്. അതായത് ഗെയിം ലിസ്റ്റ് ഒന്ന് കൊടുക്കുക. ഗെയിം ലിസ്റ്റ് കൊടുത്താൽ നമുക്ക് ഇതുപോലെ കുറേ ടാബ് നമുക്ക് ഓപ്പണായി വരുന്നതാണ്. ശേഷം നമ്മളതിൽ ഒരു നമ്മുടെ ക്രിയേറ്റ് കസ്റ്റം ഗെയിം എന്നുള്ളത് നമ്മൾ കൊടുക്കണം. അപ്പോൾ നമുക്ക് അതിൽ പേരും പാസ്വേഡും കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ വരും. അതിന് ശേഷം നമുക്ക് താഴെ ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് കൊടുക്കുക. പിന്നെ നമ്മുടെ ഫ്രണ്ടിൻ്റെ ഫോണിൽ ഇതുപോലെ ഓപ്പൺ ആക്കിയ ശേഷം എൻ്റർ ഫിൽട്ടർ ടെക്സ്റ്റ് എന്ന് കൊടുക്കുക. അതിൽ നമ്മൾ എന്താണ് പേര് കൊടുത്ത് ആ പേര് അതിൽ കൊടുത്തിട്ട് പാസ്വേഡ് കൊടുത്തിട്ട് ക്രിയേറ്റ് കൊടുത്തതിൽ നമ്മളെ റൂമിൽ ജോയിൻ ആവുന്നതാണ്. ഇപ്പം നമ്മൾ കളിക്കാൻ പോകുന്നത് നമ്മൾ സോളോ കളിക്കുന്നതുകൊണ്ട് നമ്മൾ പ്ലേ കൊടുക്കുക. നേരെ പ്ലേ കൊടുത്ത് ഗെയിമിൽ എൻ്റർ ആവും. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും. ഇതാണ് നമ്മൾ. അപ്പോൾ നമ്മളിതാ ഇങ്ങനെയാണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഒരാൾ തിരഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ആ ഒളിഞ്ഞിരിക്കുന്ന ആളെ കണ്ടുപിടിക്കാൻ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പോയി നമ്മൾ ആളെ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മളിതാ ബോളാണെന്ന് വെച്ചാൽ ബോൾ നമ്മൾ ഷൂട്ട് ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ ടേബിളായിരിക്കും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ആളെ കണ്ടുപിടിക്കാൻ നമ്മൾ നോക്കാൻ പോണത്. ചിലപ്പോൾ അയാൾ ഇങ്ങനെ വാഷ് ബേസായി നിൽക്കുകയാണെങ്കിൽ നമ്മൾ വാഷ് ബേസായി നമ്മൾ ഷൂട്ട് ചെയ്ത് വെക്കും. നോക്കുമ്പോൾ അത് നമ്മുടെ എനിമി അല്ല. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ പിന്നെ വീണ്ടും നമ്മൾ പോയിട്ട് നേരെ പോയി നമ്മുടെ കൂടെയുള്ള ഒരാൾ ഇവിടെ നിൽക്കണ്ടായിരുന്നു. അയാൾ മേപ്പോട്ട് നോക്കി വെറുതെ വെക്കണോ എന്താണെന്നറിയില്ല, അവിടെ നിൽക്കണ്ടായിരുന്നു. നമ്മൾ നോക്കിയില്ല. നമ്മൾ പിന്നെ നേരെ പോയി ചെടിച്ചട്ടി വിചാരിച്ചു. ചെടിച്ചട്ടി ഷൂട്ട് ചെയ്ത് നോക്കിയപ്പോൾ അതുമല്ല, നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. നമുക്ക് ബുള്ളറ്റും കാര്യങ്ങളൊക്കെ അതിൽ കുറച്ച് തരുന്നുള്ളൂ. ലൈഫും അതേപോലെ ബുള്ളറ്റ് നമ്മൾ കുറച്ച് നേരം നമ്മുടെ ലൈഫും അതേപോലെ തന്നെ കുറയുന്നതാണ്. അത് നമ്മൾ അതിനനുസരിച്ച് വേണം കളിക്കാനുണ്ടാവുക. അപ്പോൾ നമ്മളിങ്ങനെ പോയി കുറച്ച് സെർച്ച് ചെയ്തൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഡോറൊന്നും ഓപ്പൺ ആവണില്ല. പിന്നെ നമുക്ക് നേരെ പോയത് ഇവിടെ ഒരു ക്ലോസറ്റ് ഉണ്ട്, അവിടെ പോകാമെന്ന് വിചാരിച്ചു. അവിടെ പോയി നോക്കി 2 ഷൂട്ട് ചെയ്ത് നോക്കി. അപ്പോൾ നോക്കുമ്പോൾ അതും നമ്മുടെ ഇനിമല്ല. നമുക്ക് ബോംബിട്ട് നോക്കി, നടന്നില്ല. അതുപോലെ തന്നെ വീണ്ടും നമ്മൾ ഷൂട്ട് ചെയ്ത് നോക്കി, അതും നമ്മുടെ ആളല്ല. വീണ്ടും നമ്മൾ നോക്കി, അതും നമ്മുടെ ആളല്ല. നമ്മുടെ ലൈഫ് കഴിഞ്ഞു, നമ്മളതിനെ മരിച്ചു പോയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ലൈഫ് പെട്ടെന്ന് തീർന്നു പോകുമ്പോൾ നമ്മൾ കണ്ടുപിടിച്ചിട്ട് നമ്മൾ അതിനെ കില്ല് ചെയ്യണം. അപ്പോൾ നമ്മൾ വിൻ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ വീണ്ടും നമുക്ക് ലൈഫ് ഉണ്ട്. നമ്മൾ വീണ്ടും ഇതേപോലെ തന്നെ നമ്മൾ പോയി നമ്മൾ കണ്ടുപിടിക്കണം. അതിനുശേഷം നമ്മുടെ ആൾക്കാർ കണ്ടുപിടിച്ചിട്ടുണ്ട്. ചാർജർ കളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കൂടെയുള്ള ആൾക്കാർ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടാകും. അത് നമ്മളെ ബർഗറായിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന് വെടിവെച്ച് കൊല്ലണം. അങ്ങനെയാണ് ഗെയിം വരുന്നത്. ബർഗറായിട്ട് ഒളിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കണ്ടുപിടിക്കുന്നത്. നമ്മൾ വിൻ എന്നൊക്കെ എഴുതി കാണിച്ചിട്ട് അണ്ടേഴ്സ് വിൻ എന്നൊക്കെ എഴുതി കാണിച്ചിട്ട് അപ്പോൾ ഇനി നമ്മളാണ് ഐഡിയ ചെയ്തിരിക്കാൻ പോകുന്നത്. നമ്മൾ ചെയറായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ആരും കാണാൻ നമ്മൾ ഒളിഞ്ഞിരിക്കണം. നമുക്ക് കറക്റ്റ് നമ്മൾ ആ പൊസിഷനിൽ പോയിരിക്കണം, അല്ലെങ്കിൽ അവർ കണ്ടുപിടിക്കും. കറക്റ്റ് പൊസിഷനിൽ ഇരുന്നില്ലെങ്കിൽ അവർ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ആൾ വരുമ്പോൾ നമ്മൾ അനങ്ങാതെ ഇരുന്ന് നമ്മൾ ഇവിടെ തന്നെ ഇരിക്കണം. ആരും വരുന്നുണ്ടോ നോക്കി, ആൾ വന്നു. അപ്പോൾ നമ്മൾ അയ്യോ അവൻ നമ്മളെ കണ്ടുപിടിക്കൽ നോക്കാം. അവൻ നല്ല തിരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളാണെങ്കിലോ അങ്ങനെ അനങ്ങാതെ ഇരിക്കുന്നുണ്ട്. ഓൻ എല്ലാവരും ഷൂട്ട് ചെയ്ത് നോക്കുന്നുണ്ട്, ഇവിടെ ഉണ്ടോ നോക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ കണ്ടിട്ടില്ല. നമ്മളിങ്ങനെ അനങ്ങാതെ ഇരിക്കുകയാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് അനങ്ങിക്കഴിഞ്ഞാൽ കണ്ടുപിടിക്കും. ഓൻ ഇങ്ങനെ വരുന്നുണ്ട്. നമ്മൾ അടുത്താവും പോയി കണ്ടപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നമുക്ക് ഓടി രക്ഷപ്പെട്ടാലോ, രക്ഷപ്പെടാം. അപ്പത്തേനും അവിടെ നിന്ന് ആൾ വന്നു. ആൾ നമ്മളെ കണ്ടുപിടിച്ചു. നമ്മൾ ഷൂട്ട് ചെയ്യേണ്ടി നമ്മൾ ലൈഫ് കുറഞ്ഞുകൊണ്ടിരിക്കണം. രക്ഷപ്പെടാൻ നോക്കുകയാണ്. പക്ഷേ രക്ഷപ്പെടുന്നതാ ഇവിടെ എക്സിറ്റ് ഇല്ല. നമ്മളവൻ കൊന്നേരും. നമ്മൾ തോറ്റ് ഗായ്സ്. ഇങ്ങനെയാണ് അപ്പോൾ ഈ ഗെയിം വരുന്നത്. എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടില്ലേ? അപ്പോൾ അടിപൊളിയായിട്ട് കളിക്കാൻ പറ്റുന്ന നല്ല ഫണ്ണായിട്ടുള്ളൊരു ഗെയിം തന്നെയാണിത്. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ഗെയിം വരുന്നത്. എങ്ങനെയാണ്? നല്ല ഫണ്ണിയുള്ള ഗെയിം അല്ലേ? അപ്പോൾ എനിക്ക് ഈ ഗെയിം ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ ഗെയിമിൻ്റെ പേര് വരുന്നത് ഹൈഡ് ഓൺലൈൻ എന്നാണ് ഗെയിമിൻ്റെ പേര് വരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഗെയിമാണ്. കളിക്കുമ്പോൾ തന്നെ നല്ലൊരു മ്യൂസിക്കും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.